എന്നോട് ആരടി എൻ്റെ സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞത്? അതൊക്കെ ഇവിടെ വെക്കടി. അല്ലോ, എൻ്റെ മസ്കാര തള്ളിയിട്ടിക്കണോ? എന്നോട് ഇത്ര കൊണ്ട് ഡ്രസ്സത്ത് ഈ റൂമിലേക്ക് ആളോട് ചോദിക്കാതെ കയറരുത് എന്നുള്ളത്. മേലാൻ എൻ്റെ റൂമിലേക്ക് കെട്ടങ്ങ് നോക്കിക്കോട്ടോ. ഞാൻ ഇല്ലാത്ത നേരത്തെ എൻ്റെ റൂമിലേക്ക് അങ്ങനെ വന്നാൽ ഇപ്പോഴത്തെ നല്ല പിച്ചിൻ്റെ ഒക്കെ ഒന്ന് കിട്ടും. വായ പൊട്ടടി അസത്തെ. ഞാരും കണ്ട് വന്നിട്ട് വേണം. ദേ, വെറുതെ നിന്ന് കരഞ്ഞാണ്ടല്ലോ കുട്ടികളെ പിടിക്കുന്ന ഒരാൾ നടത്താണ്ട് പോയിട്ടുണ്ട്. ആരും കാണാതെ ഞാൻ ഓൾക്ക് പിടിച്ചു കൊടുക്കും. ഉണ്ടാതിരുന്നോ? എന്താ കുഞ്ഞോളെ? അത് ആരിസ്ക, ഓളക്കെ ലിപ്സ്റ്റിക്ക് ഇടണം പോലും. കുട്ടികൾക്ക് അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാൻ പാടുണ്ടോ? ഞാൻ എത്ര പറഞ്ഞിട്ടും ബബ്ലൂട്ടിക്ക് മനസ്സിലാവണില്ല. അതിന് കരയാ. ഈ മാമന്റെ കുട്ടി കരയാണാ? എന്ത് പറ്റി? മോളെ, മാമി പറഞ്ഞ ശരിയാ. ഇത് ഇട്ട് കഴിഞ്ഞാലേ മോളെ മുഖങ്ങളൊക്കെ കേടുവരില്ലേ? മാമന്റെ കുട്ടിന് നോക്കുമ്പോ നല്ല മുഖം. ഇത് കിട്ടും ചെയ്ത് കേട് വരുത്തണ്ടല്ലോ. മാമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ വേണോ? അല്ല കുഞ്ഞോളെ, ഈ വക ഐറ്റം സാധനങ്ങളൊന്നും എനിക്ക് എടുത്ത് മൂത്തിടുന്ന എന്തിനാ? അത് പിന്നെ മാമന്റെ കുട്ടിക്ക് ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് ടോയ്സ്, മിഠായി, ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു തരാം കേട്ടാ. നമ്മൾ പോവാ. കുഞ്ഞോളെ, ഈ മേനാൽ ഈ വക സാധനങ്ങൾ ടേബിൾ കാണരുതിട്ടാ. ഓക്കെ? ആ കുട്ടി പിശാച് കാരണം ബാക്കിയുള്ളവരുടെ ഫ്രീഡം കൂടി ഇപ്പം ഇല്ലാണ്ടാവും. ആരിസ്കാക്ക് ഉമ്മാനോടും പെങ്ങളോടും പെങ്ങന്മാരെ മക്കളോടും ഒക്കെ എവിടെ ഇല്ലാത്തൊരു സ്നേഹം. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്തെങ്കിലും കാട്ടിയിട്ടാണേലും വേണ്ടിയില്ല ആരിസ്കാക്ക് അവരോടുള്ള സ്നേഹത്തിൽ കുറവ് വരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എൻ്റെ കൈവിട്ടു പോവും. നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി ഇല്ലാണ്ടിരിക്കൂല. എങ്ങനെയെങ്കിലും